Good morning. Now we are studying about particle in a box. In the previous class we studied about what is the Schrodinger equation എന്താണ്, അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന wave function എന്താണ്, ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. And we found that the wave function sin equal to a sin n pi x by l. Today we are going to study about the energy quantization. പറയാം. അതിനു മുമ്പ് ഫ്രം ദ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ, കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ, വേവ് ഫംഗ്ഷൻ്റെ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് കിട്ടിയിരുന്നു. എന്താണ്? കെ വിൽ ബി ഈക്വൽ ടു എൻ പൈ. ആൻഡ് ഐ ആം റൈറ്റിംഗ് ദ കണ്ടീഷൻ ഹിയർ. അതെന്ന് പറയുന്ന ഒരു കോണ്ടൈസ്ഡ് കണ്ടീഷനാണ്. അതായത് കെ എൽ എന്ന് പറയുന്നതിന് പൈയുടെ മൾട്ടിപ്പിൾസ് മാത്രമേ കെയിന് ആകാൻ പറ്റുകയുള്ളൂ. തോന്നി എല്ലാ വാല്യൂസും പറ്റില്ല. കെ എൽ വിൽ ബി ദ മൾട്ടിപ്പിൾ ഓഫ് പൈ. സോ ഫ്രം ഹിയർ വാട്ട് ക്യാൻ ഐ സേ? കെ എൽ ഈക്വൽ ടു എൻ പൈ. ഓക്കെ, ഐ അഗ്രി ദാറ്റ്. ആൻഡ് ഫ്രം ദാറ്റ് കെ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2m ഡിവൈഡ് ബൈ എച്ച് കട്ടാണ്. സോ റൂട്ട് 2m ബൈ എച്ച് കട്ട് ഇൻറ്റു എൽ ഈക്വൽ ടു എൻ പൈ. ആൻഡ് ബൈ സ്ക്വയറിംഗ് ഇറ്റ് വി വിൽ ഗെറ്റ് 2m ഈസ് ഡിവൈഡഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ എൽ സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ. ആൻഡ് ഫ്രം ദർ ഐ ക്യാൻ റൈറ്റ് ഇ ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 2m എൽ സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എനർജിക്ക് എല്ലാ വാല്യൂസും പോസിബിൾ ആയിട്ടല്ല. എൻ എന്ന് പറയുന്നത് ഇൻഡിജർ നമ്പേഴ്സ് ആയിരിക്കും, അത് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എച്ച് കട്ട് സ്ക്വയർ സ്ക്വയർ ബൈ 2m എൽ സ്ക്വയറിൻ്റെ മൾട്ടിപ്പിൾസ് മാത്രമേ എനർജിക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. അതായത് എനർജി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. ഹിയർ എച്ച് കട്ട് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് കട്ട് എന്ന് പറയുന്നത് h ബൈ 2 പൈ ആണ്. സോ എച്ച് കട്ട് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ 4 പൈ സ്ക്വയർ. അപ്പോൾ ഈ പൈ സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4 into 2 will be 8. So we can write that en equal to n square h square divided by 8m l square എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അവിടെ en അല്ലെങ്കിൽ എനർജിക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് വെച്ചാൽ n 1 ആണെങ്കിൽ h square by 8m l square പോസിബിൾ ആണ്. If n equal to 2, 4h square by 8m l square is possible. And if n equal to 3, 9h square divided by 8m l square is possible. And so the multiple of h square divided by 8m l square is only possible. So that is named as the energy quantization. ചിലപ്പോൾ ചോദിക്കാറുണ്ട് കൺസെപ്റ്റ് ഓഫ് എനർജി ക്വാണ്ടൈസേഷൻ എന്ന് പറയാറുണ്ട്. വാട്ട് ഈസ് ദ ക്വാണ്ടൈസ്ഡ് എനർജി ഓഫ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് പറഞ്ഞാൽ മതി. അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമുണ്ട്. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വി നോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആണ് എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ അതിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. നോർമലൈസേഷൻ കണ്ടീഷൻ എന്താണ് എന്ന് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കോൺസ്റ്റന്റ് എ എന്താണെന്ന് കിട്ടും. അപ്പോൾ ആ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അതിനാണ് നമ്മൾ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പോൾ ഈ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. You know what is the condition of normalization? That is equal to minus infinity to plus infinity modulus psi square dx equal to 0. Sorry, modulus psi square dx equal to 1. Oh, psi here that is equal to a sin pi x by l. modulus psi square എന്ന് വെച്ചാൽ psi into psi star ആണെന്ന് നമുക്കറിയാം. psi star എന്ന് പറയുന്നത് psiയുടെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ്. ഹിയർ psi എന്ന് പറയുന്നത് ഒരു റിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? അത് തന്നെയായിരിക്കും. സോ psi star equal to psi. So we can write this as psiനെ psi starനെ ഒന്ന് തന്നെയായിട്ട് എഴുതാം. Similarly, we can go to the limit of integration. ഇവിടെ particle cannot exist if x less than 0 and particle cannot exist if x greater than L. So we can write that the lower limit is 0 and higher limit is equal to L. So we can write that is equal to integral 0 to L a sin n pi x by L into a sin n pi x by L dx equal to 1 എന്ന് നമുക്ക് എഴുതാം. A is a constant there. A into a square ആണ്. അതിനെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. a square into integral 0 to L sin square n pi x by L dx. ഈ സൈൻ സ്ക്വയർ തീറ്റയെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പല പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി പറയുന്നു. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതിന് നമുക്ക് 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ 2 എന്ന് നമുക്ക് എഴുതാം. ആ 2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് n pi x by L ആണ്. അതുകൊണ്ട് എനിക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു a square by 2 1 minus cos 2n pi x by L dx എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. 1 into dx, അതായത് dx ആണ്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. 1 dx അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. dxന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൽ വി ആർ ഗെറ്റിംഗ് ദാറ്റ് ഈസ് ഈക്വൽ ടു x. ആൻഡ് cos 2n pi x by L അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതായത് എ കോൺസ്റ്റന്റ് 2n pi x by L നെ നമുക്കൊരു കോൺസ്റ്റന്റ് ആക്കി എഴുതാം. അതായത് cos axനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം sin ax ഡിവൈഡഡ് ബൈ a ആയിരിക്കും കിട്ടുക നമുക്കറിയാം. അപ്പോൾ ഹിയർ a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഇവിടെ 2n pi by L
അപ്പോൾ ബൈ എ എന്നുള്ളതിനെ തിരിച്ചെഴുതുമ്പോൾ എൽ ബൈ 2n പൈ ആവും. സോ ബൈ ഇൻ്റഗ്രേറ്റിംഗ് ഇറ്റ് വി വിൽ ഗെറ്റ് എക്സ് മൈനസ് എൽ ബൈ 2n പൈ ഇൻറ്റു കോസിനെ സൈൻ കോസ് ഇൻ്റഗ്രേറ്റ് ചെയ്തു സൈൻ കിട്ടി സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആണ് എന്ന് നമുക്കറിയാം. ആൻഡ് വി ആർ ഗിവിംഗ് ദ ലിമിറ്റ് 0 to L. അപ്പോൾ ഈ എക്സിനെ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ L ആണ്, മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ L മൈനസ് 0, അതായത് L ആണ് ഇവിടെ കിട്ടുന്നത്. ഇനി ഇവിടെ സൈൻ 2n പൈ എക്സ് ബൈ എല്ലിന് ലിമിറ്റ് കൊടുത്താലോ, എക്സിന് L എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലും എല്ലും ക്യാൻസലായും, അപ്പോൾ 2n പൈ ആവും. സൈൻ 2n പൈ എന്ന് പറയുന്നത് 0 ആണ്. എക്സിന് 0 കൊടുക്കുകയാണെങ്കിലോ സൈൻ 0 ആണ്. സൈൻ 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതായത് സെക്കൻഡ് ടൈം എന്താകും? ക്യാൻസൽ ചെയ്ത് പോകും. ഇതൊന്ന് പഠിക്കുക. ഇത് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുള്ളതാണ്. സൈൻ സ്ക്വയർ തീറ്റയുടെയും കോസ് സ്ക്വയർ തീറ്റയുടെയും ഇൻ്റഗ്രേഷൻ. നിങ്ങൾ എനിക്ക് തോന്നുന്നു ഈ വർഷം തന്നെ ഇലക്ട്രോണിക്സിൽ മറ്റേ റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസിയിലൊക്കെ നിങ്ങളിത് ഉപയോഗിക്കുന്നുണ്ട്. സൈൻ സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതൊന്ന് പഠിക്കുക. അപ്പോൾ അതായത് ഈ ടൈം ഉണ്ടാവില്ല, ഈ ടൈം 0 ആയി. അപ്പോൾ ഇവിടെ ഈ ടൈമിന് അപ്പർ ലിമിറ്റ് കൊടുക്കാൻ നമുക്ക് L ആണ് കിട്ടുന്നത്. സോ എ സ്ക്വയർ ബൈ 2 ഇൻറ്റു L ഈക്വൽ ടു 1. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? എ എന്താണെന്ന് നമുക്ക് പറയാം. എ എന്ന് പറയുന്നത് എന്താണ്? √2/L ആണ്. സോ വി ക്യാൻ റൈറ്റ് ദ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആസ് √2/L സൈൻ n പൈ എക്സ് ബൈ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതിലെ മൾട്ടിപ്ലിക്കേഷൻ കോൺസ്റ്റന്റ് ആയ എ എന്ന് പറയുന്നത് √2/L ആയി. സോ വി ക്യാൻ റൈറ്റ് ദ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആസ് √2/L ഇൻറ്റു സൈൻ n പൈ എക്സ് ബൈ എൽ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വേവ് ഫംഗ്ഷനെയും പ്രോബബിലിറ്റി ഡെൻസിറ്റിയും ഞാനൊന്ന് വരയ്ക്കാൻ നോക്കുകയാണ്. You know what is the wave function? Sin equal to √2/L sin n pi x by L. Probability density എന്ന് പറയുന്നത് you know that is the modulus of sin square. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആണ്. ഇവിടെ sin ഉം sin സ്റ്റാർ ഒന്ന് തന്നെ ആയതുകൊണ്ട് ഇതിനെ സ്ക്വയർ ചെയ്താൽ we will get that is equal to 2/L sin n pi x by L whole square നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ വേവ് ഫംഗ്ഷനെയും പ്രോബബിലിറ്റി ഡെൻസിറ്റിയും വരയ്ക്കുകയാണ്. ഫസ്റ്റ്ലി ഐ ആം ഗിവിംഗ് n equal to 1 എന്ന് കൊടുത്തു. n equal to 1 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക എന്തായിരിക്കും? √2/L sin pi x by L ആയിരിക്കും കിട്ടുക. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ സൈൻ എൻ പൈ എക്സ് ബൈ എൽ 0 ആണ്. പിന്നെ അത് അവിടെ എങ്ങനെ കൂടുന്നു? എക്സ് L/2 ആകുന്നത് വരെ കൂടുന്നു. എക്സ് L/2 ആകുമ്പോൾ ഇവിടെ വരെ എന്താ? സൈൻ എൻ പൈ എക്സ് L/2 ആയി. അപ്പോൾ L/2 എല്ലാം ക്യാൻസലായി. അപ്പോൾ സൈൻ പൈ ബൈ 2 ആണ്. സൈൻ എൻ പൈ ബൈ 2. അവിടെ n 1 ആണ്. അതായത് നമുക്ക് കിട്ടുന്നത് എന്താ? സൈൻ പൈ ബൈ 2 ആണ്. അപ്പോൾ സൈൻ പൈ ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? 90 ആണ്. അതായത് എന്താണ്? മാക്സിമം ആണ്. അതായത് സൈൻ പൈ ബൈ 2 എന്ന് പറയുന്നത് 1 നമുക്കറിയാം. അതായത് at L equal to L/2, sorry, at x equal to L/2 we will get the maximum value. And from there we are going to x equal to L. x equal to L ആകുമ്പോൾ വീണ്ടും നമുക്ക് കിട്ടുക സൈൻ n1 ആണ്. സോ സൈൻ പൈ L ബൈ L, അതായത് നമുക്ക് കിട്ടുക സൈൻ പൈ ആയിരിക്കും കിട്ടുക. അപ്പോൾ സൈൻ പൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ n equal to 1 വേവ് ഫംഗ്ഷൻ. ഇനി n equal to 2 ആണ് കൊടുക്കുന്നുണ്ടെങ്കിലോ, സൈ 2 എന്നാകുമ്പോഴോ, സൈ 2 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ n equal to 2 ആകുമ്പോൾ നമുക്കറിയാം n equal to 2 ആണ്. ഇവിടെ n equal to 2 ആകുമ്പോൾ x equal to n equal to 2 ആണ്. അപ്പോൾ x equal to L/2 വരുമ്പോൾ എന്താ വരിക? x equal to L/2. ഇവിടെ L/2 വന്നു. ഈ L/2 എല്ലാം ക്യാൻസലായി. ഇവിടെ n ഇവിടെ 2 ഉണ്ട്. ഇവിടെ L/2ൻ്റെ ഒരു 2 ഉണ്ട്. അതും ക്യാൻസലായി. അപ്പോഴും നമുക്ക് കിട്ടുക സൈൻ പൈ ആണ്, അല്ലേ? അപ്പോൾ x equal to L/2 ആകുമ്പോഴും നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇത് 0 ആയിട്ട് കിട്ടും. പിന്നെ അടുത്ത 0 കിട്ടുന്നത് നമുക്ക് എപ്പോഴാകുമ്പോഴായിരിക്കും? x equal to L ആകുമ്പോഴായിരിക്കും. x equal to L ആകുമ്പോൾ ഇത് വരിക സൈൻ 2π L/L എന്ന് പറയുമ്പോൾ സൈൻ 2π എന്ന് വരും. അതുകൂടെ 0 കിട്ടും. അപ്പോൾ അതിൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. സിമിലർലി സൈ 3യുടെ വേവ് ഫംഗ്ഷൻ വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. സൈ 4 നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് നമ്മൾ ഇവിടെ അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി, ഇഫ് യു ആർ ട്രൈങ് ടു ഫൈൻഡ് വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ദാറ്റ് വൺ. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും, അല്ലേ? അപ്പോൾ സ്ക്വയർ ആയിരിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന് ഇവിടെ നെഗറ്റീവ് വാല്യൂ വരുന്നുണ്ടെങ്കിലും പ്രോബബിലിറ്റി ഡെൻസിറ്റിക്ക് എപ്പോഴും എന്തായിരിക്കും വരിക? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരിക. ഓക്കെ, ഇത് നെഗറ്റീവ് ആണ്, പക്ഷേ നെഗറ്റീവിൻ്റെ നെഗറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുക പോസിറ്റീവ് വാല്യൂ കിട്ടുക. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നതിന് നമുക്ക് എപ്പോഴും കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. വേവ് ഫംഗ്ഷന് നമുക്ക് പോസിറ്റീവും നെഗറ്റീവും കിട്ടും, ബിക്കോസ് ദാറ്റ് ഇസ് എ സൈൻ ഫംഗ്ഷൻ. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ ഫംഗ്ഷൻ്റെ ഫോമിലാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി പോസിറ്റീവ് ആണെന്ന് പറയുന്നതിന് ഒരു മീനിങ് ഉള്ളൂ. കാരണം ഒരു സാധനം കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 മുതൽ മാക്സിമം പ്രോബബിലിറ്റി വരെ ആയിരിക്കണം. അല്ലാതെ നെഗറ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയുന്നതിന് ഒരു മീനിങ് ഇല്ലല്ലോ. ഒരാളെ കാണാൻ ഇപ്പോൾ നമുക്ക് നിങ്ങളൊരാളെ എടുക്കുക. അപ്പോൾ നമുക്ക് ശ്രീനിയെ എടുത്ത് നോക്കിയാൽ ശ്രീനിയെ ഇന്ന് വീട്ടിൽ കാണാനുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് വെച്ചാൽ കാണാനില്ലെങ്കിൽ 0 ആണ്. ഇനി കാണാനുണ്ടെങ്കിൽ ഫുൾ ടൈം വീട്ടിൽ തന്നെ കാണാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം പ്രോബബിലിറ്റിയാണ്, അതായത് 1 അല്ലെങ്കിൽ 100% ആണ് പ്രോബബിലിറ്റി. ഇനി കുറച്ച് നേരം കാണും, കുറച്ച് നേരം കാണാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ 0ക്കും 100ൻ്റെ ഇടയിലായിരിക്കും, അല്ലെങ്കിൽ അത് പെർസെൻറ്റേജിൽ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 0ക്കും 1ന് ഇടയിലായിരിക്കും പ്രോബബിലിറ്റി എന്ന് പറയുന്നത്.
അല്ലാതെ ഒരിക്കലും നെഗറ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന സാധനത്തിന് ഒരു മീനിങ് ഇല്ല. അപ്പോൾ ഇവിടെയും നമുക്ക് കിട്ടുന്നത് എന്താ? പ്രോബബിലിറ്റി ഡെൻസിറ്റി നമ്മൾ വരച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? പ്രോബബിലിറ്റി ഡെൻസിറ്റി വി ആർ ഗെറ്റിംഗ് ദാറ്റ് ഈസ് ഫ്രം 0 to മാക്സിമം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഇതാണ് അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് അബൌട്ട് വേവ് ഫംഗ്ഷൻ ആൻഡ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. വേവ് ഫംഗ്ഷൻ എന്താണ്, പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണ് എന്നും അതിൻ്റെ ഫിഗർ എന്താണെന്നും ഒന്ന് വൃത്തിയായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദാറ്റ് വൺ. അപ്പോൾ ഇതിൽ പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, എടുത്ത കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ പറയുന്നു. ഇത്രേ ചെയ്തിട്ടുള്ളൂ. സിംപ്ലി എവിടെയാണ് ഈ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, പൊട്ടൻഷ്യൽ എന്താണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യം മാത്രമേ നോക്കുള്ളൂ. അവിടെ പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ അങ്ങനെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എഴുതി. ആ സൊല്യൂഷനിൽ നിന്ന് 2 ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ, ഒരു ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ ഒരു ടൈം പോയി കിട്ടി, ബി കോസ് എക്സ് എന്ന് പറയുന്ന ടൈം പോയി കിട്ടി. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ കിട്ടി. അതേ കണ്ടീഷൻ തന്നെയാണ് എനർജി ക്വാണ്ടൈസേഷനിലേക്ക് നമ്മൾ എത്തിയത്. പിന്നെ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്താണെന്ന് നമുക്ക് കിട്ടി. ഈ നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് നിങ്ങൾ ചെയ്ത ഒരു പ്രോബ്ലം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ വേവ് ഫംഗ്ഷനും പ്രോബബിലിറ്റി ഡെൻസിറ്റി നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് വരച്ചു. ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ ബൈ. വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.